ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം എന്താണെന്നും അത് എങ്ങനെ കളിക്കണമെന്നും വ്യക്തമായിട്ട് അറിയുന്ന ഒരു പ്ലെയർ സിബിൻ ബെഞ്ചമിനാണ്. കാരണം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിലാണ് നമുക്കത് കൂടുതൽ മനസ്സിലാവുന്നത്. പവർ റൂമാണ് സാധാരണ അവരുടെ കയ്യിലാണ് സർവാധികാരം ഇരിക്കുന്നത്. എന്നാൽ നേരെ തിരിച്ച് പവർ റൂമിനെ ബാക്കി മത്സരാർത്ഥികൾക്ക് ഭരിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? കാരണം അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഓരോ ലോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലാഭം? ആ ലാഭം വെച്ച് കളി ഈ ബിഗ് ബോസ് തമിഴിലും ഹിന്ദിയിലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഈ മലയാളം ബിഗ് ബോസ് ആൾക്കാർക്ക് അത്രയ്ക്ക് പോലും ബുദ്ധിയില്ലേ? കാരണം ഈ പറയുന്ന പവർ ഹൗസ് അല്ലെങ്കിൽ ഈ പവർ ടീം എന്തെങ്കിലും ഒരു കാര്യം ഈ പറയുന്ന ബാക്കി ഹൗസ് മേറ്റ്സിന് എടുത്ത് പറയുമ്പം ഇവരെന്തിനാണ് ഇത് അനുസരിക്കുന്നത്? അവർക്ക് പവർ ഉണ്ട്, ഓക്കെ, അവർ പറയുന്ന കാര്യം ഇവർ അനുസരിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. ഞാൻ തുടക്കം മുതലേ പറഞ്ഞതാണ്, ഇവർ അടിമകൾ തന്നെയാണ്. ഓക്കെ, പവർ റൂമിലുള്ളവരുടെ അടിമകളാണ് ബാക്കി ഹൗസ് മേറ്റ്സ്. പക്ഷെ ഇവർ ഇത് കേൾക്കൂല, ഞാൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യൂല എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പോലും ഇതുവരെ എന്തുകൊണ്ടാണ് പവർ റൂം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്തതെന്ന് ആരുടെ ചോദിച്ചോ? ആരടുത്തും ചോദിക്കത്തില്ല. അത് അവരുടെ ഗെയിമിനനുസരിച്ച് അവരവരുടെ യുക്തിക്ക് അനുസരിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു സാധനം. ഇത്രയും ദിവസം ആരും അതിൽ കയറി കളിച്ചുമില്ല, അമ്മാതിരി ഒരു സ്ട്രാറ്റജി ആരും മെനഞ്ഞൂല. പക്ഷെ സിബിൻ ഇന്ന് പറഞ്ഞു. ആരടുത്ത് പറഞ്ഞു? ടണൽ ടീമിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ 4 പേരെയും എന്ത് ചെയ്യാൻ പാടില്ല? നോമിനേറ്റ് ചെയ്യാൻ പാടില്ല, ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. അഥവാ നമ്മൾ നോമിനേഷൻ ആയാലും നിങ്ങൾക്ക് എന്തെങ്കിലും പവർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കുകയും വേണം. എങ്ങനെയുണ്ട്? ഇങ്ങനെയാണ് കളിക്കാനുള്ളത്. ഇവരുടെ കാര്യം നടക്കണമെങ്കിൽ, പവർ റൂമിൻ്റെ കാര്യം നടക്കണമെങ്കിൽ പവർ റൂം ആരെങ്കിലും സമീപിക്കും, അവർ ഡിമാൻഡ് വെക്കണം. സെയിം ബിഗ് ബോസ് സീസൺ 7 തമിഴിൽ നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. അതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു തമിഴ് ബിഗ് ബോസ് എന്നൊരു മനുഷ്യൻ പോലും ഈ കണ്ടസ്റ്റൻസ് ആരും കണ്ടിട്ടില്ല. എങ്കിൽ അവർ ആ ലെവലെങ്കിലും ഒന്ന് ചിന്തിക്കും. ഇത് ആ ബുദ്ധി അവർക്കില്ല. തമിഴ് ബിഗ് ബോസ് ഒരു 5 ദിവസമെങ്കിലും, ആദ്യത്തെ 5 ദിവസം കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവും. അങ്ങനെ പോലും ഇവരാരും അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇവർ വെറുതെ കയറി നടക്കുന്നത്. പക്ഷേ സിബിൻ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തമിഴ് ഹിന്ദിയൊക്കെ കണ്ടിട്ടുണ്ടാകും. കാരണം അതിൻ്റെ ഒരു ബുദ്ധി സിബിൻ്റെ തലയ്ക്കകത്ത് ഉണ്ട്. പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകും അങ്ങനെയാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട സംഭവം അവിടെ കിടക്കുകയാണ്, ഗബ്രി ജാസ്മിൻ ഇഷ്യൂ. ഇതിനകത്ത് ഈ പറയുന്ന ജാസ്മിൻ ക്വിറ്റ് ചെയ്യാൻ പോകുന്നെന്നും നീ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തൊട്ടടുത്ത ദിവസം ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയാണ് തകർന്നിരിക്കുന്നത്. ജാസ്മിൻ ഓൾറെഡി ഐ ആം ടോട്ടലി എന്താ പറയുക തകർന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാളും തകർന്നിരിക്കുന്ന ഗബ്രിക്കാണ്. പക്ഷേ ഇതെല്ലാം പൂജ കണ്ടുപിടിക്കുന്നുണ്ട്. ഗബ്രി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ജാസ്മിൻ ഓക്കെ ആവും, കളിക്കും. പക്ഷേ ജാസ്മിനോട് നിന്ന് പോയി കഴിഞ്ഞാൽ, അല്ല ശരണ്യാണ് സംഭവം കണ്ടുപിടിക്കുന്ന, പൂജ അല്ല ശരണ്യ പറയണ, ജാസ്മിനോട് നിന്ന് പോയി കഴിഞ്ഞാൽ ഗബ്രി എന്ത് ചെയ്യും? തകർന്നു പോവും. അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ജാസ്മിൻ്റെ ഗെയിം ആവാം, അല്ലെങ്കിൽ ജാസ്മിൻ്റെ സ്നേഹമാവാം, എന്തോ ആവട്ടെ, അതിനകത്ത് ഗബ്രി വീണു. അപ്പം നീ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഞാനും ഇറങ്ങും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗബ്രി നിൽക്കുന്നത്. ഞാൻ ക്വിറ്റ് ചെയ്യും, നീ പോയി കഴിഞ്ഞാൽ ഞാൻ ക്വിറ്റ് ചെയ്യും എന്നുള്ള, എനിക്ക് നിൻ്റെ അടുത്തുള്ള സ്നേഹമാണ്, അതാണ് മറ്റേതാണ് മറിച്ചാണ് മാങ്ങ തേങ്ങ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയുന്ന ഈ സംഭവം ലാലേട്ടൻ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള, മിക്കവാറും ഇത് ക്വസ്റ്റ്യൻ ചെയ്യും. ജാസ്മിൻ പോവുകയാണെങ്കിൽ നിങ്ങൾ പോവുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെട്ടിയെടുത്തോണ്ട് എടുത്തോ. പിന്നെ നിങ്ങൾക്ക് എന്ത് ഇൻഡിവിജ്വാലിറ്റിയാണ് ഉള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് പേരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ബിഗ് ബോസ് വീട്ടിലേക്ക് ഇവർക്ക് ഒരു ചാൻസ് കിട്ടി വരുന്നത്. അപ്പോൾ നീ പോവുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ഞാൻ ഇറങ്ങി വരുന്നു പറഞ്ഞ ഒരു ഗെയിമറിനെ പറ്റിയിട്ടുള്ള ഒരു യോജിച്ച ഒരു ഡിസിഷനേ അല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് ലാലേട്ടൻ എന്തായാലും ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ സാധനം കത്തും. കാരണം ഗബ്രിയുടെ ഡബിൾ സ്റ്റാൻഡ് പൊളിയും. അതായത് ജാസ്മിൻ്റെ അടുത്തുള്ള ഈ ഗബ്രി കാണിക്കുന്ന സംഭവം സത്യമാണെന്നുണ്ടെങ്കിൽ ഗബ്രി പറയും, അതേ ലാലേട്ടാ, ജാസ്മിൻ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ നിന്ന് പോകും, എന്നെ കൊണ്ട് പറ്റൂല. അതല്ല ഗബ്രി ഈ പറയുന്നതെല്ലാം ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഗബ്രി പറയും, ലാലേട്ടാ ഇല്ല ലാലേട്ടാ, ഞാൻ ഇനി അങ്ങനെ പറയൂല ലാലേട്ടാ, സോറി. ഞാൻ പറയാം, ലാലേട്ടൻ അതിനൊരു വാണിംഗ് കൊടുക്കണം. ഇനി നിങ്ങൾ അങ്ങനെ ഔട്ട് ആവാൻ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങി വന്നോ, നിങ്ങൾ ഇനി കൂടുതൽ അവിടെ കിടന്ന് പ്രസംഗിക്കുകയെന്ന് വേണ്ട എന്നുള്ള ഒരു മൈൻഡിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ ഇതാണ് പുതിയ പവർ ടീം വന്നിരിക്കുകയാണ്. നമ്മുടെ ടണൽ ടീമാണ് വന്നിരിക്കുന്നത്. ഋഷിയുടെയും ജാൻമണിയുടെയും പൂജയുടെയും അഭിഷേക് ശ്രീകുമാറിൻ്റെയും ശരണ്യയുടെയും ടീമാണ് പുതിയ പവർ ടീം. അടുത്ത ആഴ്ച മുതൽ അവർ ഭരണത്തിൽ കയറും. വടംവലിയായിരുന്നു ടാസ്ക്. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6 ഡേ 32 ഏപ്രിൽ 11 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ആയിട്ട് മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ രാവിലെ തന്നെ താമരക്കുരുവിക്ക് തട്ടമിട് ഈ പാട്ടാണിന്ന്.
അർജുനും ശ്രീതും കൂടെ മാറി ഇരുന്ന് സംസാരിക്കുകയാണ്. ജാൻമണിയും ജിൻഡോയും കൂടെ രാവിലെ തന്നെ സിഗരറ്റ് കലാപരിപാടിയാണ് സ്മോക്കിംഗ് റൂമിൻ്റെ അവിടെ. അപ്പം ജിൻഡോ ഇങ്ങനെ സിഗരറ്റും വെച്ചുകൊണ്ട് ഇങ്ങനെ സൂര്യ നമസ്കാരം ചെയ്യുകയാണ്. അപ്പം അർജുൻ പറയുന്നത്, നോക്ക് സൂര്യ നമസ്കാരം ഈ ജിൻഡോ ചെയ്യുന്ന വേല നോക്ക്. അപ്പം നോറ അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. സിഗരറ്റ് കത്തിച്ച് വെച്ച്, ദീപം കിട്ടാത്തതുകൊണ്ട് സിഗരറ്റ് കത്തിച്ച് വെച്ച് ഇയാൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഒരു ജോലിയും ചെയ്യുന്നില്ല. രാവിലെ കിച്ചണിൽ അവിടെ ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് ഇയാൾ ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. സിഗരറ്റ് എന്ത് മാന്യതയാണ് ഇയാൾ കാണിക്കുന്നത്? ഇതാണോ ഇയാളുടെ സൂര്യ നമസ്കാരം? ഇയാൾ പണിയും ചെയ്യുന്നില്ല, ഇവിടെ പുറത്ത് വന്ന് ഓരോന്ന് കാണിക്കുകയും ചെയ്യുന്നു. അപ്പം ജിൻഡോ പറയാണ്, അതെ നീ പറഞ്ഞു ശരിയാണ്, അതെ ഇനി വേറെ എന്തെങ്കിലും പറയണല്ലോ. എൻ്റെ പേഴ്സണൽ സ്പേസിൽ കയറി നീ അധികം കളിക്കാൻ വരരുത്. നിനക്ക് കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ നീ വേറെ അടുത്തേലും പോയി കണ്ടന്റ് ഉണ്ടാക്കുക. അപ്പം നോറ പറയണേ, ഇവിടെ ആരാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം പുറത്തെ ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം. നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഞാനാണോ ഓനാണോ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഇൻ്റെ അടുത്ത് നിങ്ങൾ കൂടുതൽ പറയാൻ വരണ്ട ജിൻഡോ ചേട്ടാ, ഇൻ്റെ അടുത്ത് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. അങ്ങനെ അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ സായിയും നന്ദനയും കൂടെ അങ്ങോട്ട് വരുന്നു. അവർക്ക് ചിരിയാണ് ഇതൊക്കെ കണ്ടിട്ട്. എടി നീ കണ്ടന്റ് ഉണ്ടാക്കുകയാണെന്ന് പറ, നീ കണ്ടന്റ് ഉണ്ടാക്കുക തന്നെയാണെന്ന് പറ ജിൻഡോ പറയുമ്പം. അങ്ങനെ പറയുകയാണ്. പിന്നീട് സിബിനും ശ്രീതും കൂടെ കിച്ചണിൽ നിന്ന് വെസൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിബിൻ ശ്രീതുവിൻ്റെ പറയാണ്, നീ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നിൻ്റെ നോട്ടം എങ്ങോട്ടാണെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പെണ്ണേ, നിൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. നീ സ്ഥിരം ഒരു സ്ഥലത്തിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ശ്രീതു പറയാണ്, ഞാൻ അപ്പടിയൊന്നുമില്ല, അത് വന്ന് അങ്ങനെ ഒന്നുമില്ല, നിന്റെ ടോണലാണിത്, நான் பார்த்த நீ யாரை பார்த்துக்கிட்டு இருக்கிறது நான் பார்த்த ഫുഡ് കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാണ് നമ്മുടെ. അപ്പം ഇവിടെ എനിക്ക് മനസ്സിലായ കാര്യം, ഈ സിബിൻ ശ്രീതു ഒരു ലവ് ട്രാക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് വിടാനാണ്, നീ ശ്രദ്ധിച്ചോ മോളെ എന്ന് പറയുമ്പോഴാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അടുത്താണ് തേർഡ് ചലഞ്ച് വരുന്നത്. നമ്മുടെ ടണൽ ടീമാണ് മത്സരിക്കാനുള്ളത്. അവർക്ക് 4 പോയിന്റ് ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ടാസ്കിൽ. അപ്പോൾ ടണലും പവർ ടീമും കൂടെയാണ് മത്സരിക്കാനുള്ളത്. വടംവലിയാണ്, 3 റൗണ്ട് ഉണ്ട്. ആക്ടിവിറ്റി ഏരിയയിൽ, ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടാണ്. ആദ്യം വലതുവശത്തെങ്കിൽ പിന്നെ ഇടതുവശത്ത്, വീണ്ടും വശം മാറി നിൽക്കണം. പിന്നെ ബാക്കിയുള്ള വീട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യാം. ബാക്കിയുള്ള ടീംസിന് ഇൻഡിവിജ്വലായിട്ടോ ടീമായിട്ടോ ഈ ടണലിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പവർ റൂമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ ചേർന്ന് വടം വലിക്കാം. അതിൻ്റെ ക്യാമ്പയിൻ നിങ്ങൾക്ക് സ്വാധീനം ചെലുത്താം, ക്യാമ്പയിൻ ആവശ്യമായിട്ടുള്ളത് നടത്താമെന്ന് പറയുവാണ്. പവർ ടീം ഫസ്റ്റ് പോകുന്നത് നമ്മുടെ ഡെന്ന് ടീമിലോട്ടാണ്. സായിയുടെയും നോറയുടെയും ജിൻഡോയുടെയും ഈ പറയുന്ന അഭിഷേക് ജയദേവിൻ്റെ ടീമിലോട്ടാണ് പോകുന്നത്. അപ്പം അവിടെ പോയിട്ട് അവർ പറയുന്ന, അർജുൻ പറയുകയാണ്, നിങ്ങൾ നമ്മളെ ക്യാപ്റ്റൻ ആക്കുക, നമ്മുടെ കൂടെ നിന്ന് വടം വലിച്ച് നമ്മളെ ജയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണോ ഓക്കെ എന്ന് അഭിഷേക് ചെയ്ത് എന്ത് വേണം നമ്മൾ ചെയ്തു തരും. അതേസമയം ഡെന്നിലെ നേരെ ഇവർ പവർ ടീം, അതായത് നിലവിലെ ഈ പവർ ടീം നേരെ പവർ ടീം അല്ലല്ലോ, നമ്മുടെ ടണൽ ടീം നേരെ പോയിട്ട് നമ്മുടെ നെസ്റ്റിൻ്റെ അടുത്ത് നെസ്റ്റ് നേരെ പോയിട്ട് നമ്മുടെ എന്താ പറയുക, ആകെ മൊത്തം തെറ്റില്ല, സിബിൻ്റെ ടീമുണ്ടല്ലോ, സിബിൻ്റെ ടീമുള്ള റൂമിലേക്ക് ഈ പറയുന്ന നെസ്റ്റ് ടീം പോവുകയാണ്. നെസ്റ്റ് ടീം എന്ന് പറയുമ്പം ശരണ്യ, ഋഷി, ഈ പറയുന്ന നമ്മുടെ ശ്രീതു അല്ലല്ലോ, ഞാൻ ഒരു മിനിറ്റ്, പൂജ, ജാൻമണി, ശരണ്യ, അഭിഷേക്, ശ്രീകുമാർ, ഋഷി, ഇവർ 5 പേരും കൂടി അങ്ങോട്ട് പോവാണ്. നമ്മുടെ ഈ ഡെന്ന്, നെസ്റ്റ്, ടണൽ, നെസ്റ്റിലോട്ട് പോവാണ്. അങ്ങനെ നെസ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്കും അവർ വെക്കുന്ന സിബിൻ അവിടെ ഒരു ഡിമാൻഡ് വെക്കുന്നുണ്ട്. സിബിൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പം നിങ്ങളുടെ കൂടെ നിന്ന് ഓക്കെ, നിങ്ങളെ ജയിച്ച് കഴിഞ്ഞാൽ നമ്മളെ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല, ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ ആരെയും നിങ്ങൾ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. സമ്മതമാണോ? ഓക്കെ, നമുക്ക് സമ്മതമാണ്. നമുക്ക് സമ്മതമാണ്, ഓക്കെ. അപ്പം നമ്മളെ 4 പേരുണ്ട് നമ്മുടെ ടീമിൽ, ആരെയും പേര് പറയാൻ പറ്റത്തില്ല, ഓക്കെ നമ്മൾ സമ്മതിക്കുന്നു. അതാണ് കളി. അപ്പോൾ ഇവർ പവർ ടീം ആവുകയാണെങ്കിൽ ആരുടെ കയ്യിലാണ് അപ്പോൾ അധികാരം? ഓൾറെഡി ഇവരാണ് ജയിപ്പിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിലായിക്കഴിഞ്ഞു. അപ്പോൾ ഇവർ ഓൾറെഡി അവരെ വെച്ച് കളിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കളിക്കാനുള്ളത്. സിബിൻ, അതാണ് ഞാൻ പറഞ്ഞത്, സിബിന് കളി അറിയാം. ഇത്ര നാളിത് ഈ വീട്ടിലുള്ള ആർക്കും ബുദ്ധിയില്ല. ഞാൻ ഇന്നേ പറയുന്നത്, ഇവരെന്തിന് കേൾക്കുന്നു, ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവരെന്തിന് കേൾക്കണ്. പക്ഷേ ഇത് സിബിൻ കറക്റ്റ് അവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ അഥവാ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പവർ യൂസ് ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്തണം. അങ്ങനെ പറ്റത്തില്ലല്ലോ, അതിനുള്ള പവർ നമുക്കുണ്ടോ എന്ന് പൂജ ചോദിക്കണം. അപ്പം അങ്ങനെ പവർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യണം. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തിയിരിക്കണം എന്ന് പറയണം. അപ്പം ഇതിനകത്ത് നിന്ന് സിബിൻ ഒരു ഗെയിമറൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് സിബിൻ അറിയാം. പക്ഷേ ഇതുവഴി പുറത്ത് പോകുന്ന ഒരു ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിന് നോമിനേഷൻ പേടിയാണ് എന്നൊരു ഔട്ട് പുറത്ത് വരും.
പക്ഷേ അങ്ങനെ നിങ്ങൾ എടുക്കരുത്. കാരണം അവിടെ ഗെയിമാണ് കളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈവൻ ഞാനായാലും നിങ്ങൾ നമ്മളങ്ങനെ ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നമ്മൾ നിൽക്കാം എന്ന് പറയുന്നു. നേരെ പവർ ടീം ഇവരുടെ അടുത്ത് വരുന്നു. അർജുനും അപ്സരയും ഗബ്രിയുമാണ് ഇവർ വന്നിട്ട് ഈ പറയുന്ന നെസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് സിബിൻ പറയുന്നുണ്ട്, നമ്മളെ ഇതുപോലെ നിങ്ങൾ 4 പേരെ നോമിനേറ്റ് ചെയ്യത്തില്ലല്ലോ. അയ്യോ, അത് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, നമുക്ക് പറ്റത്തില്ല, നിങ്ങളുടെ കൂടെ നമ്മൾ നിൽക്കൂല എന്ന് പറയുകയാണ്. അങ്ങനെ അടുത്ത് ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടീം, ഈ പറയുന്ന സിബിൻ്റെ ടീം മൊത്തത്തിൽ ആരുടെ കൂടെ, നമ്മുടെ ഈ പറയുന്ന ടണൽ ടീമിൻ്റെ കൂടെ അങ്ങ് നിൽക്കുവാണ്. നമ്മൾ നിങ്ങളുടെ കൂടെ നിൽക്കുക. പൂജ, ജാൻമണി, ശരണ്യ, അഭിഷേക്, ശ്രീകുമാർ, ഋഷി, നമ്മൾ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നിൽക്കുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് ടീമിലുള്ള ആരും നിൽക്കുന്നില്ല. അപ്പോൾ വ്യക്തിഗതമായിട്ട് ആർക്കെങ്കിലും നിൽക്കണമെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ എഴുന്നേൽക്കുന്നു, ഞാനും കൂടെ ഇവരുടെ കൂടെ നിന്നോളാം, അപ്പോൾ എനിക്ക് ഇവരുടെ ടീമാണ് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ, ജിൻഡോയും ഇൻഡിവിജ്വലായിട്ട് വരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ മൊത്തം സായി, അഭിഷേക്, ജയദീപ്, നന്ദന, നോറ, ഇവർ ഇത്രയും പേര് ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു? നമ്മുടെ പവർ ടീം, നിലവിലെ പവർ ടീമായിട്ടുള്ള ഗബ്രി, അപ്സര, പിന്നെ അർജുൻ. ഓൾറെഡി നമ്മുടെ റസ്മിൻ അവിടെ ഇല്ലല്ലോ, അപ്പോൾ റസ്മിൻ ഹോസ്പിറ്റലാണ്. അപ്പം ഇവർ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം അവർക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഈ തുടർ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. പക്ഷേ തുടർ ഭരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഔദാര്യമായിരിക്കും, നമ്മൾ വടം വലിച്ചാണ് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെയാണ് ഇവർ അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, പിന്നീട് മത്സരം നടക്കുന്നു. ജിൻഡോയിനിടയ്ക്ക് കരഞ്ഞു മെഴുകി എനിക്ക് നിങ്ങളുടെ ടീമാണ് ഇഷ്ടം, അവരെനി പകറ്റുമോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡ്രാമയൊക്കെ കളിക്കുന്നുണ്ട്, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഫസ്റ്റ് റൗണ്ടിൽ ടണൽ ജയിക്കുന്നു, സെക്കൻഡ് പൊസിഷനിൽ മാറുന്നു പ്ലേസ്, ടണൽ തന്നെ ജയിക്കുന്നു. ജിൻഡോയും കൂടെ കൂടുതൽ, ജിൻഡോ പവർ ആണല്ലോ, അങ്ങനെ അവരുടെ ടീം ജയിക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് പുതിയ പവർ റൂം പൂജ, ജാൻമണി, ശരണ്യ, അഭിഷേക്, ശ്രീകുമാർ, ഋഷി, ഇവർ 5 പേരുമാണ് പുതിയ പവർ റൂമിലെ മെമ്പേഴ്സ്. 5 പേര്, കുറേ നാൾക്ക് ശേഷം 5 പേര് പവർ റൂമിൽ വന്നിരിക്കുകയാണ്. ക്യാപ്റ്റൻ ഈ പറയുന്ന കളി നിയന്ത്രിക്കാനേ അധികാരമുള്ളൂ, അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, കളിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നീടാണ് ഗബ്രി, അർജുനും ഈ പറയുന്ന അപ്സരയും കൂടെ ഇരിക്കുമ്പോൾ പറയുമ്പോൾ ജിൻഡോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നേനെ. പൂജ ഇതേ സമയം പുറത്ത് നിന്ന് ശരണ്യ എടുത്ത് പറയുന്നു, ഗബ്രിയെയാണ് നമ്മൾ ഓപ്പൺ നോമിനേഷനിൽ കൊണ്ടുവരേണ്ടത്. ഇവർ 2 പേര് ഈ പറയുന്നു, ഞാനിവിടെ വന്നപ്പോൾ 19 പേരെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഈ വീട്ടിൽ കയറ്റി വിട്ടത്. അപ്പോൾ ഇതിനകത്തുള്ള 2 പേര് ഒരുപോലെ കളിക്കുന്നെങ്കിൽ പിന്നെ അതിന് എന്ത് അർത്ഥമാണുള്ളത്? ഒരാളെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്നത്. അപ്പോൾ ഓപ്പൺ നോമിനേഷൻ വരുമ്പം ഗബ്രിയെ കൊണ്ടുവരണം, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഒരാളില്ലെങ്കിൽ ഞാനില്ല എന്നുള്ള അവസ്ഥയാണ് അവരുടേത്. അപ്പോൾ ശരണ്യ പറയുന്നത് ശരിയാണ്, ഗബ്രി ഇല്ലെങ്കിൽ ജാസ്മിൻ അടിപൊളിയായിട്ട് കളിക്കും, ഇവിടെ ആരോ പറയുന്നത് കേട്ടോ. പക്ഷേ ജാസ്മിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഗബ്രി തകർന്ന് പോകും, ഗബ്രിയെ കൊണ്ട് പറ്റത്തില്ല. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് കറക്റ്റാണ് ശരണ്യ പറഞ്ഞത്. ശരണ്യ പറഞ്ഞ ഇവിടെ വേറെ ആരോ പറഞ്ഞു എന്നാണ് പറഞ്ഞത്, പക്ഷേ ശരണ്യ പറഞ്ഞത് കറക്റ്റാണ്. പിന്നീട് ജാസ്മിനും ഗബ്രിയും കൂടെ സംസാരിക്കണം. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, ഞാൻ ഈ ഗെയിമിന് ഫിറ്റല്ല, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല. അപ്പോൾ ഗബ്രി പറയുന്നത്, എടി നീ ഈ ഷോ വിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാനും ക്വിറ്റ് അടിച്ച് വരും. അപ്പോൾ ജാസ്മിൻ പറയുന്നത്, ഇതാണ് നിൻ്റെ പ്രശ്നം, ഇങ്ങനെയാണ് നമുക്ക് നെഗറ്റീവ് ആവുന്നത്. നമ്മൾ നിൽക്കുമ്പോൾ ഓക്കെ സ്നേഹമാണ്, കാര്യമാണ്. ഇതിപ്പോൾ ഞാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നീയും വരും, നീ പോകുന്ന പറഞ്ഞു ഞാനും വരും എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നമാവുന്നത്. നീ ഇങ്ങനെ പറയരുത് ഗബ്രി, നീ കളിക്കണം ഗബ്രി. അപ്പം ഗബ്രി വീണ്ടും പറയാണ്, എടി നീ എൻ്റെ അടുത്ത് ഫസ്റ്റ് ഡേ പറഞ്ഞു, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിൻ്റെ ലവർ നിന്നെ മനസ്സിലാക്കും എന്നുള്ളത്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, എനിക്ക് പറ്റണില്ലടാ, ഇപ്പം എനിക്ക് പറ്റണില്ല, ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു, ഞാൻ കാരണം നിൻ്റെ ലൈഫ് ഒരു ചോദ്യചിഹ്നമായിട്ട് മാറരുത്, ഞാനാണ് ഇവിടുത്തെ പ്രശ്നം. ജാസ്മിൻ അത് മനസ്സിലാക്കണം. പുറത്ത് ഔട്ട് സായി വഴി വ്യക്തമായിട്ട് ജാസ്മിൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി ഞാൻ ഇവിടെ നിന്ന് പടിയിറങ്ങാം, ഇനി അടുത്ത ആഴ്ചത്തെ എവിക്ഷൻ വരുമ്പോൾ ഞാൻ ഇനി നിന്ന് എവിക്റ്റ് ആണെന്നാണ് ഞാൻ പടിയിറങ്ങാം, നീ നന്നായിട്ട് കളിക്കണം, അല്ലെങ്കിൽ നമുക്ക് 2 പേർക്കും നാട്ടുകേസാണെന്നുള്ള കാര്യമാണ് ജാസ്മിൻ വ്യക്തമായിട്ട് പറയണത്. പിന്നീട് ബിഗ് ബോസ് എല്ലാവരും ഇതെല്ലാം വിഷ് ചെയ്യുന്നു. ലാലേട്ടൻ്റെ ഒരു വീഡിയോ ഒക്കെ വരുന്നു. അൻസിബയുടെയും നോറയുടെയും ജാസ്മിൻ്റെയും വീട്ടിൽ നിന്ന് മാത്രമേ വീഡിയോ വരുന്നുള്ളൂ. ഇവർ 3 പേരും ആണല്ലോ മുസ്ലിംസ്. കഴിഞ്ഞ തവണയാണെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് വീഡിയോ ഒക്കെ വന്നു. അപ്പം വീട്ടിൽ ജാസ്മിൻ്റെ വീട്ടിൽ വാപ്പ മോളെ നന്നായിട്ട് കളിക്ക്, വാപ്പയും ഉമ്മയുടെ വീട്ടിൽ. അപ്പോൾ അത് കാണുമ്പോൾ അവർ സന്തോഷമൊന്നുമില്ല, നോർമലായിട്ട് പറയുന്നു ഇത് ആശംസകൾ. അപ്പോൾ ജാസ്മിൻ അത് കാണുമ്പോൾ എന്തോ ഒരു നെഗറ്റീവ് അടിക്കുന്നു. ജാസ്മിൻ ഗബ്രി എടുത്ത് പറയുന്നത്, എൻ്റെ വീട്ടുകാരൻ എനിക്കല്ലേ അറിയാവുന്നില്ല, കരഞ്ഞൂടല്ലോ ഗബ്രി, പ്രശ്നമാണ് എന്നുള്ള കാര്യം വാപ്പാടെ അമ്മയുടെ മോൻ കണ്ടിട്ട് ജാസ്മിൻ മനസ്സിലാക്കണം. പുറത്ത് വൻ സീനാണ്, ഭയങ്കര പ്രശ്നമാണെന്നുള്ള കാര്യം പറയുന്നു. പിന്നീട് രാത്രി ഈദിൻ്റെ പെർഫോമൻസ് പല ടീമായിട്ട് തിരിയുന്നു. ഇന്ത്യ ഗേറ്റിൻ്റെ സ്പോൺസർ ടാസ്ക് ഓക്കെ ഫൈൻ തീർന്നു. ഇതിനുശേഷം പിന്നീട് ബിഗ് ബോസ് പ്ലസിൽ നടക്കുന്ന മെയിൻ ഇൻസിഡൻറ്റ്, രാത്രി ജാൻമണി വന്നിട്ട് അഭിഷേക് ശ്രീകുമാറിൻ്റെ കഥ പറയുന്നുണ്ട്. അതെല്ലാം ഓക്കെ, അതെല്ലാം സൈഡിൽ മാറ്റി വെച്ചിട്ട് ജാൻമണി വന്ന് അപ്സര എടുത്ത് പറയുന്നുണ്ട്, എന്നെ ഇവിടെ നോമിനേഷൻ ചെയ്യുന്ന ദിവസം നീയും അർജുനും എന്നെ നോമിനേറ്റ് ചെയ്തു, നിങ്ങൾ എൻ്റെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അപ്സര പറയുന്നത്, ഫ്രണ്ട്സ് ആണോ അതാണോ ഇതാണോ, തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തെറ്റാണെന്ന് തന്നെ പറയും, അപ്പം നീ അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ നിൻ്റെ കൂടെ ആരും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഒരു പ്രാവിയിട്ട് ജാൻമണി നേരെ പോകുന്നു. അപ്സര പോയിരുന്ന് കരയുന്നു, ശരണ്യ പോയിരുന്ന് ആശ്വസിപ്പിക്കുന്നു. ജാൻമണി ഇത് ടണലിലൊക്കെ പറയുന്നു. അപ്പോൾ
ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സായിട്ട് നിൽക്കണം, ഗെയിം ആണെങ്കിൽ ഗെയിമായിട്ട് നിൽക്കണം, എനിക്ക് അല്ലാതെ ഇങ്ങനെ പറ്റത്തില്ല. അപ്പോൾ ജാൻമണിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണിയെ ഒരു വക പറയാൻ പാടില്ല. ഇത് എവിടുത്തെ ന്യായമാണ്? ഇത് ബിഗ് ബോസ് ആണല്ല, നിങ്ങളുടെ വീടല്ല, ഇത് ബിഗ് ബോസ് ആണ്. അവിടെ ഗെയിം കളിക്കാനാണ് എല്ലാവരും വരുന്നത്. തെറ്റ് കണ്ടു കഴിഞ്ഞു, അത് ഗെയിം കളിക്കാനാണ് വരുന്നത്. അത് ഒന്നാമത്തെ കാര്യം. പിന്നീട് രണ്ടാമത്തെ ജാൻമണി ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ എല്ലാത്തിലും കൂടെ നിൽക്കണം. ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ ഒരിക്കലും അവിടെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് തന്നെ പറയണം. സന്തോഷഘട്ടത്തിൽ ഫ്രണ്ട്സ് കൂടെ ഇല്ലെങ്കിലും സങ്കടഘട്ടത്തിലാണ് ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവേണ്ടത്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണ് ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവേണ്ടത്. അല്ലാതെ ഈ ജാൻമണി പറയുമ്പോൾ എൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. പിന്നീട് അപ്സരായിട്ട് കെട്ടിപ്പിടിച്ച് പ്രോബ്ലമൊക്കെ ഒരുവിധം സോൾവ് ആക്കുന്നതിന് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. അപ്പോൾ നമുക്കിനി നാളത്തെ എപ്പിസോഡ്, നാളെ ഞാൻ ലൈവ് ഉണ്ടാവില്ല, കാരണം ഇന്ന് ഞാൻ ഇടാത്ത എനിക്ക് നാളെ എക്സാമാണ്. അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞ് വന്നിട്ട് ബാക്കി ലൈവ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നാളെ ജയിൽ നോമിനേഷൻ്റെ പ്രൊമോ വന്നിരിക്കുകയാണ്. എന്തായാലും അഭിഷേക് അകത്ത് പോകും. അഭിഷേകിൻ്റെ LGBTQ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംസാരത്തിൽ അഭിഷേക് അകത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി വേറെ ആരെങ്കിലും പോകുമോ നമുക്ക് നോക്കാം. അപ്പം നാളത്തെ വിശേഷമായിട്ട് ഞാൻ വരാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.